യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. അതിരാവിലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ഈ നല്ലൊരു ദിവസം തുടങ്ങുവാൻ പിതാവായ ദൈവം, രാജാതിരാജനായ കർത്താവ് നമ്മൾക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 54-ാം തിരുവചനം. യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ കുറിച്ച് ശതാധിപൻ പറയുന്ന സാക്ഷ്യമാണ്, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. ആ ദൈവപുത്രനായ യേശുവാണ് നമ്മുടെ ശിരസ്സായി നിന്നുകൊണ്ട് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. ആ ദൈവത്തെ നമുക്ക് വിശ്വാസത്തോടെ എത്ര പേരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾക്ക് വിശ്വാസത്തോടെ നിറഞ്ഞ സംതൃപ്തിയോടെ സ്വയം ഇതുവരെ പറയാൻ സാധിച്ചിട്ടുണ്ടോ, അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന്? അങ്ങനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ഈ നിമിഷം നമ്മളെ തന്നെ ആത്മശോധന ചെയ്യേണ്ട സമയമാണ്. നമ്മൾ പെരുന്നാളുകളും ആഘോഷങ്ങളുമായി പോകുമ്പോൾ അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണോ നീ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്? ഞാൻ എൻ്റെ കർത്താവിനെ ദൈവപുത്രനായിട്ടും എൻ്റെ രക്ഷകനായിട്ടും എൻ്റെ ദൈവവുമായിട്ട് ഞാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുന്നുണ്ടോ? അവന് സാക്ഷിയായി നിൽക്കാറുണ്ട്. നമ്മൾ ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നത് കാണുവാൻ സാധിക്കും. കാരണം യേശുവിനെ ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റുപറയുന്നവന് ദൈവമായ കർത്താവും ആ ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റുപറയും, അവനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ദൈവവചനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യപൂർവം ലോകത്തോട് പറയാൻ, അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന്. ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് എന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകട്ടെ.
ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ വിശ്വാസ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ നിങ്ങളിൽ നിന്ന് വിട്ടുമാറി അനുഗ്രഹമായി മാറട്ടെ. ദൈവത്തിന് സാക്ഷിയാകുന്ന ഓരോ നിമിഷവും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവപുത്രനായിരിക്കുന്ന, ദൈവം തന്നെയായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾക്ക് സമർപ്പിക്കാം. ദൈവം അവരെ എല്ലാവരെയും തൊട്ടനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.